ഹരി ഓം. ദശകം 8 ശ്ലോകം 10. തതസ്ത്വദീയാദയിനാഭിരന്ധ്രാദുദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം നിലീനനിശേഷപദാർത്ഥമാല സംക്ഷേപരൂപം മുകുളായമാനം. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. തതഹ തുദിയാത് ഐ. തതഹ തുദിയാത്, അതാണ് തതസ്ത്വദീയാത് ഐ. തതസ്ത്വദീയാദയി. നാഭിരന്ധ്രാത് ഉദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം നിലീന നിശേഷ പദാർത്ഥമാലാ സംക്ഷേപരൂപം മുകുളായമാനം. തതസ്ത്വദീയാദയിനാഭിരന്ധ്രാദുദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം നിലീനനിശേഷപദാർത്ഥമാലാ സംക്ഷേപരൂപം മുകുളായമാനം. ശ്ലോകം 10 അന്വയവും അർത്ഥവും. ഐ തതഹ തുദിയാത് നാഭിരന്ധ്രാത്. ഐ തതഹ തുദിയാത്. അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ, അനന്തരം നിന്തിരുവടിയുടെ നാഭിദ്വാരത്തിൽ നിന്ന്, നാഭിരന്ധ്രാത് നാഭിദ്വാരത്തിൽ നിന്ന് നിലീന നിശേഷ പദാർത്ഥ മാലാ സംക്ഷേപരൂപം, നിലീന നിശേഷ പദാർത്ഥമാലാ സംക്ഷേപരൂപം, ആ തന്നിൽ ലയിച്ച ആ സമസ്ത പദാർത്ഥങ്ങളുടെയും സൂക്ഷ്മരൂപത്തിലുള്ളതും, അതാ സംക്ഷേപരൂപം, അതാണ് സൂക്ഷ്മരൂപത്തിലുള്ളത്. മുകുളായമാനം കിഞ്ചന, ആ മൊട്ടായിത്തീരുന്നതും, ദിവ്യപത്മം ഉദഞ്ചിതം, ആ മുട്ടായിത്തീരുന്നതും, കിഞ്ചന അവർണ്ണനീയവും, അതിനെ വർണ്ണിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള അത്രയ്ക്ക് അദ്ഭുതവുമായ ഒരു ദിവ്യപത്മം ആവിർഭവിച്ചു. എവിടുന്ന്? ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഒരു മൊട്ട്, താമരമൊട്ട് ഉയർന്നു വന്നു. അപ്പം അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ, പിന്നീട് നിന്തിരുവടിയുടെ നാഭിദ്വാരത്തിൽ നിന്ന് തന്നിൽ തന്നെ ലയിച്ചിരുന്ന സമസ്ത പദാർത്ഥങ്ങളുടെയും സൂക്ഷ്മരൂപത്തിലുള്ളതും മൊട്ടായിത്തീരുന്നതും അവർണ്ണനീയവുമായ അത്യത്ഭുതവുമായ ഒരു ദിവ്യപത്മം ആവിർഭവിച്ചു. ആ താമരമൊട്ട് ആ ജലത്തിൻ്റെ പുറത്തോട്ടിങ്ങനെ പൊങ്ങി, അതിൻ്റെ കാന്തിയാൽ ആ 4 പുറവും എന്തുപറ്റി? ആ അന്ധകാരമകറ്റി ആ ശോഭ മയമാക്കി തീർത്തു. ആ താമരപ്പൂ, താമരമൊട്ടിങ്ങനെ വന്ന് ജലത്തിൻ്റെ മേളിലേക്ക് വന്നതോടെ പ്രകാശമാനമായി തീർന്നു.